ഒരു ഉമ്മയുടെ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും പ്രപഞ്ചത്തോളം ശക്തിയുണ്ടെന്ന് കാലം തെളിയിച്ച നിമിഷങ്ങളാണിത്. നീണ്ട 20 വർഷങ്ങൾ മകനെയോർത്ത് നെഞ്ചുരുകി പ്രാർത്ഥിച്ച ഫാത്തിമ എന്ന ആ ഉമ്മയുടെ കാത്തിരിപ്പിന് ഒടുവിൽ വിരാമമാകുന്നു. സൗദിയിലെ ജയിലറയ്ക്കുള്ളിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുറഹീം ഒടുവിൽ ജന്മനാടിൻ്റെ മണ്ണിലേക്ക് ഉമ്മയുടെ ചാരത്തേക്കെത്തുന്നു. ഈ വരുന്ന ബലിപെരുന്നാൾ അബ്ദുറഹീമിന് ഉമ്മയോടൊപ്പം ആഘോഷിക്കാൻ കഴിയുമെന്ന വലിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കേൾക്കാനിടയായത്. കണ്ണീർ ഒഴിയാത്ത 20 വർഷങ്ങളായിരുന്നു ഫാത്തിമ ഉമ്മയുടെ ജീവിതത്തിലൂടെ കടന്നുപോയത്. മകൻ ജയിലിലായ അന്ന് മുതൽ ഇന്നുവരെ ആ ഉമ്മയുടെ മനസ്സിൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ജയിലറയ്ക്കുള്ളിൽ വധശിക്ഷയും കാത്ത് കഴിയുന്ന മകനെ ഓർത്ത് ഓരോ ദിവസവും ആ ഉമ്മ ജീവിച്ചു തീർത്തത് മരണതുല്യമായ വേദനകളിലൂടെയായിരുന്നു. തൻ്റെ മകൻ്റെ ജീവൻ തിരികെ കിട്ടാൻ അവർ പടച്ച തമ്പുരാൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി വിതുമ്പി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ആ കണ്ണീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമെന്നോണം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം ആ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ കൈകോർക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടു തീർത്തത്. ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയൊരു തുകയായിരുന്നു റഹീമിൻ്റെ മോചനത്തിനായി വേണ്ടിയിരുന്നത്. 34 കോടി രൂപയെന്ന ആ കൂറ്റൻ തുക സമാഹരിക്കുക എന്നത് അസാധ്യമായ ഒന്നായിരുന്നു. എന്നാൽ ഒരു ഉമ്മയുടെയും കുടുംബത്തിൻ്റെയും കണ്ണീർ കണ്ട ലോക മലയാളികൾ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് ആ കാരുണ്യ പ്രവാഹത്തിൽ പങ്കാളികളായി. ഏപ്രിൽ 16 ആയിരുന്നു ആ പണം അടയ്ക്കാനുള്ള അവസാന തീയതിയെങ്കിലും അതിന് മുമ്പ് തന്നെ മലയാളികളുടെ സ്നേഹവും കരുണയും ഒഴുകിയെത്തിയതോടെ 34 കോടിയിലധികം രൂപ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നു. വധശിക്ഷ വിധിക്കപ്പെട്ട റഹീമിന് സൗദി ഭരണകൂടത്തിൻ്റെ കാരുണ്യത്താലും അവിടെയുള്ള കുടുംബത്തിൻ്റെ ക്ഷമയാലും ഒടുവിൽ പുതിയൊരു ജീവിതം ലഭിച്ചു. നിലവിൽ റഹീമിൻ്റെ ജയിൽ മോചനത്തിനായുള്ള എല്ലാ നിയമപരമായ പേപ്പർ വർക്കുകളും നടപടികളും 100% പൂർത്തിയായി കഴിഞ്ഞു എന്ന് സഹോദരൻ വ്യക്തമാക്കുന്നു. ഫിംഗർ പ്രിൻ്റ് നടപടികളും പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങളും കഴിഞ്ഞു. ഈ മാസം 19-നോ 20-നോ റഹീം ജന്മനാട്ടിൽ വിമാനമിറങ്ങുമെന്നാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. മെയ് 21 മുതൽ സൗദിയിൽ പെരുന്നാൾ അവധികൾ ആരംഭിക്കുന്നതിനാൽ അതിന് മുമ്പ് തന്നെ റഹീമിനെ നാട്ടിലെത്തിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് നിയമസഹായ സമിതിയും പ്രവാസ ലോകവും. 20 വർഷത്തെ നോവും പേറി കാത്തിരിക്കുന്ന ആ ഉമ്മയുടെ നെഞ്ചിലേക്ക് റഹീം ഓടിയെത്തുന്നു. ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട്ടെ ആ ഗ്രാമവും ലോക മലയാളികളും. ഈ ബലിപെരുന്നാൾ ആ കുടുംബത്തിന് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് പ്രാർത്ഥനകൾ കൈവിടാത്ത ഒരു ഉമ്മക്ക് പടച്ച തമ്പുരാൻ നൽകിയ ഏറ്റവും വലിയ പുണ്യമാണ്. തന്നെ സഹായിച്ച ലോകത്തിലെ മുഴുവൻ മനുഷ്യരോടും റഹീമിൻ്റെ കുടുംബം തങ്ങളുടെ കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. റഹീമിൻ്റെ ആ തിരിച്ചുവരവ് കാണാൻ നമുക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ശിക്ഷാകാലാവധി മെയ് 20 പറയുന്നത്. 19-ലേക്ക് ഈ അറബി മാസം എന്നുള്ളവർക്ക് ബേക്കോട്ട് നിൽക്കുകൊണ്ട് 19-ന് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് 20-ഓ 21-നോ നാട്ടിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എത്രയും പെട്ടെന്ന് അവിടെ പേപ്പർ വർക്ക് ഏകദേശം ഔട്ട് പാസ് വരെ കഴിഞ്ഞിരുന്നു പറഞ്ഞു. അപ്പം ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് നാട്ടിലേക്ക് കയറ്റി വിടുന്നവരാണ്. 100% അവൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ജയിലിൽ നിന്ന് മോചിതന്നെ ആവാനുള്ള എന്താ പറയുക ഫിംഗർ പ്രിൻ്റ് ഔട്ട് പാസ് എല്ലാം റെഡി, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തെന്നാണ് ഇപ്പോൾ അവിടേക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. ഇപ്പോൾ കമ്മിറ്റി വന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതും അത് തന്നെയാണ്. ഇനി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു വിഷയമുള്ളൂ. അത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 19-നാണെങ്കിൽ 20-നാണെങ്കിലും പിറ്റേന്ന് എത്താൻ സാധ്യതയുണ്ട്.